അപ്പൊ ജയിലിൽ നിന്ന് കേട്ടാൽ നിങ്ങളെ അശോക് ചവാനെ പോലെ അയ്യോ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല കേട്ടാ. പിന്നെ ചോദ്യം ചെയ്യല് നേരിടാത്തവരല്ല ഞങ്ങളൊന്നും. ഇപ്പൊ ജനാധിപത്യ വ്യവസ്ഥയുടെ നഗ്നമായ ലംഘനമാണ് രണ്ട് മുഖ്യമന്ത്രിമാര് ഇപ്പോ ജയിലിൽ കഴിയുന്നത്. അതില് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി ജയിലിലായത്, അതിനുശേഷം കോടതിയിൽ ഹാജരാക്കിയപ്പോ അദ്ദേഹം കൃത്യമായൊരു സ്റ്റേറ്റ്മെന്റ് കോടതി മുൻപാകെ നൽകി. അത് രാജ്യത്തെ നിയമവ്യവസ്ഥ ഏത് രീതിയിൽ അട്ടിമറിക്കപ്പെടുന്നു എന്നതിൻ്റെ തെളിവായി കാണുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞു, ഒരു തെളിവും എനിക്കെതിരെ ഇല്ല എന്നതാണ് വസ്തുത. ഇവര് അന്വേഷണ ഏജൻസി ആകെ ആശ്രയിച്ചത് ഒരു മൊഴിയാണ്, ഒരു മാപ്പുസാക്ഷിയുടെ മൊഴി. ആ മാപ്പുസാക്ഷി ഈ കേസിൽപ്പെട്ട ഒരു വ്യവസായിയായിരുന്നു. വ്യവസായി മാപ്പുസാക്ഷിയായപ്പോ മാപ്പുസാക്ഷിയാക്കുന്നത് സ്വാഭാവികമായും അന്വേഷണ ഏജൻസിയുടെ ഇടപെടലിലൂടെയാണെന്ന് വ്യക്തമാണ്. മാത്രമല്ല, സാധാരണഗതിയിൽ വ്യവസായ മേഖലയിലുള്ളവരാരും ജയിലിൽ കിടക്കുന്നത് തുടരട്ടെ എന്ന് ചിന്തിക്കില്ല. എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നതാണ് സ്വാഭാവികമായി ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ ഈ കേസിൽപ്പെട്ട ശരത് ചന്ദ്ര റെഡ്ഡി എന്ന വ്യവസായി കേസിൽ നിന്ന് ഒഴിവാകുന്നത് എങ്ങനെയെന്ന് സ്വാഭാവികമായിട്ട് ആലോചിക്കുമല്ലോ. ഇപ്പൊ BJP ശരണം പ്രാപിക്കുക. BJP ശരണം പ്രാപിച്ചപ്പോ അതിന് ഇലക്ടറൽ ബോണ്ട് BJPക്ക് നൽകുക. ഇദ്ദേഹത്തിന്റെ കുടുംബം തന്നെ ഒരു വ്യവസായ കുടുംബമാണ്. അപ്പോ 4 കമ്പനികൾ ചേർന്ന് 55 കോടി രൂപ BJPക്ക് കൊടുക്കുകയാണ്, ഇലക്ട്രൽ ബോണ്ടായി കൊടുക്കുകയാണ്. 55 കോടി രൂപ ഒരു ഭാഗത്ത് വാങ്ങി വെക്കുന്നു, മറ്റൊരു ഭാഗത്ത് കേസിൽ നിന്ന് നിങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കാം, എന്നാൽ ഞങ്ങൾ നൽകുന്ന സ്റ്റേറ്റ്മെന്റ് അതേപോലെ കോടതിയിൽ പറയണം. അങ്ങനെ ED കൊടുത്ത സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊള്ളാം, അതിന്റെ ഭാഗമായി മാപ്പുസാക്ഷി എന്ന പട്ടികയിൽപ്പെടാം എന്ന് സമ്മതിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ജയിലിൽ നിന്ന് ഇറങ്ങലാണ് പ്രധാനം. ഈ മൊഴിയുടെ ഭാഗമായി ഡൽഹി മുഖ്യമന്ത്രിക്ക് എന്ത് സംഭവിക്കുന്നു എന്നതൊന്നും
അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രശ്നമല്ല. അപ്പോൾ ആ വ്യവസായിയെ ജയിലിലടച്ച് അദ്ദേഹത്തെ ജയിലിന് പുറത്ത് എത്തിക്കുക, അതിനുള്ള വിവിധ സമ്മർദ്ദ തന്ത്രങ്ങൾ വ്യവസായിയും ആഗ്രഹിക്കുന്ന കാര്യമാണത്. അതാണ് ഇതിൽ കണ്ടത്. ഒരു ഭാഗത്ത് 55 കോടി, മറ്റൊരു ഭാഗത്ത് അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള മൊഴി. അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ പറഞ്ഞത്, എനിക്കെതിരെ ഈ റെഡ്ഡി നൽകിയ മൊഴിയല്ലാതെ മറ്റ് യാതൊന്നും തെളിവായി ഇവരുടെ കയ്യിലില്ല. ഇതാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയുടെ ഇന്നത്തെ രീതി. നമ്മുടെ ഇന്ത്യയിൽ BJP ഇതര രാഷ്ട്രീയ കക്ഷികൾ, പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ, ആ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളെയും പ്രവർത്തകരെയുമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോ വ്യാപകമായി വലവീശി പിടിക്കുന്നത്. അത് ഏതെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല, ഇത് തങ്ങളുടെ ഒരു അജണ്ടയാക്കി BJP ഗവൺമെന്റ് മാറ്റിയിരിക്കുന്നു. അപ്പോ രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ കാണുന്നത് പോലെയുള്ളവരല്ല രാജ്യത്ത് പലയിടത്തും ഉള്ളത്. അത്തരം ആളുകള് കുറച്ച് സമ്പത്ത് അധികം ഉള്ളവരാണ്. ഇപ്പൊ സമ്പന്നരായവരെ നല്ല തോതിൽ ജയില് കാട്ടി അറസ്റ്റ് കാണിച്ച് ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരാള് കോൺഗ്രസിൽ പ്രധാനിയായിരുന്നയാള് നിങ്ങള് ജയിലിൽ പോകുന്നോ അല്ല BJPയിൽ ചേരുന്നോ എന്ന് ചോദിച്ചുവെന്നും എനിക്ക് ഈ കാലത്ത് ഈ സമയത്ത് ജയിലിൽ പോകാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ BJPയിലേക്ക് പോകുന്നുവെന്നും അമ്മയോട് ഈ നേതാവ് വിളിച്ചു പറഞ്ഞുവെന്ന് പരസ്യമായി രാജ്യത്തോട് പറഞ്ഞത് മറ്റാരുമല്ല, കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയാണ്. ഇതാണ് നമ്മുടെ രാജ്യത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സ്വീകരിക്കുന്ന നില. അപ്പോ അതിൻ്റെ ഭാഗമായി ചിലര് സമ്മർദ്ദത്തിന് വഴങ്ങുന്നു, ചിലര് കാശ് കൊടുത്ത് ഒഴിവാകുന്നു, ചിലര് BJPയിൽ ചേരുന്നതോടെ പൂർണ്ണമായും എല്ലാ ആരോപണങ്ങളും ഇല്ലാതായി സംശുദ്ധരായി മാറുകയാണ്. ഇത്തരത്തിൽ സംശുദ്ധരായ ഒരുപാട് ആളുകളെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. കോൺഗ്രസിന്റെ ഈ രാഹുലിന്റെ കൂടെയുള്ള പ്രധാനികൾ എന്ന് പറയുന്ന ഒരു കൂട്ടറുണ്ടായിരുന്നല്ലോ, രാഹുൽ ബ്രിഗേഡോ എന്ന് മറ്റോ പേരിട്ടിട്ട് ഒരു വിഭാഗം കോൺഗ്രസിലെ പ്രധാനികളാണ് എന്ന് ചിത്രീകരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു.
അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യ. അദ്ദേഹം നമുക്ക് ഓർമ്മയുള്ള കാര്യമാണ്. നല്ല രീതിയിൽ കോൺഗ്രസ് നേതാവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിനെതിരെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം കേസെടുക്കുന്ന നില വന്നു. അതില് ഭൂമി വിൽപ്പന നടത്തി അതിന് കൃത്രിമ രേഖയുണ്ടാക്കി എന്നതായിരുന്നു ചാർജ്. ആ ഘട്ടത്തില് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് മധ്യപ്രദേശിലുണ്ടായിരുന്നത്. പക്ഷേ ജ്യോതിരാദിത്യ സിന്ധ്യയും കൂട്ടരെയും കോൺഗ്രസിൽ നിന്ന് BJP അടർത്തിയെടുത്തു. അതിന് ഈ കേസായിരുന്നു ഉപയോഗിച്ചത്. ആ കേസ് വന്നപ്പോൾ നേരെ BJP-യിൽ ചേരാൻ നിശ്ചയിച്ചു. BJP-യിൽ ചേർന്നതോടെ കേസ് ആവിയായിപ്പോയി. പിന്നെ അത്തരമൊരു പ്രശ്നമേ ഇല്ല. നല്ല പുണ്യവാളനായി സിന്ധ്യ മാറുന്ന അവസ്ഥ വന്നു. ഇത് എത്രയോ പ്രധാനപ്പെട്ട അഴിമതി കേസുകളിൽ ഇത്തരത്തിൽ ആളുകളെ പുണ്യവാളന്മാരാക്കുന്ന നിലപാടുകൾ BJP സ്വീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അവര് അഴിമതിയോടുള്ള വിപ്രതിപത്തിയല്ല, അഴിമതിയെ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കണമെന്നുമല്ല. എല്ലാ അഴിമതിക്കാരും തങ്ങളുടെ കൂടെ പോരട്ടെ. അഴിമതി ഇല്ലെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെയും പ്രവർത്തകരെയും അഴിമതിക്കാരായി വേറൊരു ഭാഗത്ത് ചിത്രീകരിച്ച് അവരെ പ്രയാസപ്പെടുത്താൻ കഴിയുമോ എന്ന് അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് BJP നോക്കുകയാണ്. നമ്മളൊരു ഘട്ടത്തില് രാജ്യമാകെ വലിയ തോതിൽ ചർച്ച ചെയ്ത ഒന്നാണ് പശ്ചിമ ബംഗാളിലെ ശാരദാ ചിട്ടി ഫണ്ട് അഴിമതി കേസ്. അതിൻ്റെ ഏറ്റവും പ്രധാനി സുവേന്ദു അധികാരിയായിരുന്നു. ആ സുവേന്ദു അധികാരിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നു. അന്വേഷണം ത്വരിതഗതിയിൽ നടക്കുന്നു. അപ്പോ ഒരു നാള് ഇദ്ദേഹം BJP-യിൽ ചേർന്നു. അവിടെ അവസാനിച്ചു അന്വേഷണം. പിന്നെ ആ അന്വേഷണം എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല. ഇതാണ് BJP-യുടെ രീതി. ഇപ്പോ ആസാമില് മുഖ്യമന്ത്രിയാക്കിയ ഹിമന്ത ബിശ്വ ശർമ്മയുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് വലിയൊരു കുംഭകോണം, ജലകുംഭകോണം ആരോപണമായി വന്നു. മാത്രമല്ല, അദ്ദേഹം നടത്തിയ അഴിമതിയെക്കുറിച്ച് ഒരു പുസ്തകം തന്നെ രചിക്കുകയുണ്ടായി. വലിയ കോലാഹലമായിരുന്നു അദ്ദേഹത്തിനെതിരായിട്ട്. പക്ഷേ BJP-യിൽ ചേർന്നതോടെ പിന്നെ ഒന്നുമല്ലാതായി. ആ മനുഷ്യനാണ് പിന്നീട് അവിടെ BJP മുഖ്യമന്ത്രിയാക്കിയത്. ഇവിടെ നേരത്തെ പറഞ്ഞ ശാരദാ ചിട്ടി ഫണ്ട് കേസിൽ അഴിമതി തെളിയിക്കുന്ന വീഡിയോ, പണം സ്വീകരിക്കുന്ന വീഡിയോ CBIയുടെ കയ്യിൽ. അതായിരുന്നു മുഗൾ റോയ് എന്ന് പറയുന്ന പശ്ചിമ ബംഗാളിലെ നേതാവിന്റെ അവസ്ഥ. ആ
വീഡിയോ അടക്കം കയ്യിലുണ്ട്. പക്ഷേ അദ്ദേഹം BJP ചേർന്നു. അവിടെ നിന്നു അന്വേഷണം. ഇവിടെ മഹാരാഷ്ട്രയില് മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചിരുന്ന നാരായൺ റാണെ, അദ്ദേഹത്തിനെതിരെ ഇപ്പോ പലയിടങ്ങളിലും ഉപയോഗിക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ കേസ്, ഒരു ഭാഗത്ത് ED, വേറൊരു ഭാഗത്ത് CBI. ആ അന്വേഷണം അങ്ങനെ വന്നപ്പോ അദ്ദേഹം BJPയിൽ ചേർന്നു. അന്വേഷണം നിലച്ചു. അരുണാചൽ പ്രദേശില് കോൺഗ്രസിന്റെ നേതാവും മുഖ്യമന്ത്രിയുമായിരുന്നു പ്രേമഗണ്ഡു. അദ്ദേഹം MLA-മാരെയും കൂട്ടി നേരെ BJPയിലേക്ക് ചേർന്നു. ചില ആരോപണങ്ങളും കേസും അദ്ദേഹത്തിനെതിരെ ആ ഘട്ടത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ അശോക് ചവാൻ, അദ്ദേഹം കോൺഗ്രസിലെ മുതിർന്ന നേതാവാണ്. അദ്ദേഹമാണ് സോണിയാഗാന്ധിയോട് പറഞ്ഞിട്ട് BJPയിലേക്ക് പോയി എന്ന് രാഹുൽ ഗാന്ധി തന്നെ പരസ്യമായി പറഞ്ഞു. ഇങ്ങനെ എത്രയെത്ര ആളുകൾ ഇപ്പോ നമ്മുടെ NCPയുടെ നേതാവ് ശ്രീ ചാക്കോ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞല്ലോ. NCPയുടെ മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു അജിത് പവാർ. അദ്ദേഹത്തിന്റെ പേരിൽ മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു വായ്പയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിന്റെ ഭാഗമായി ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നു. അതില് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. ED കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അന്വേഷണം ആരംഭിച്ചു. അപ്പോ 2023 ജൂൺ 27 നരേന്ദ്രമോദി ഭോപ്പാലിൽ വെച്ച് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗം അജിത് പവാറിനെതിരെയായിരുന്നു. അജിത് പവാറിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം. അജിത് പവാർ എന്ത് ചെയ്തു? 2023 ജൂൺ 27 ഈ പ്രസംഗം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ഒരാഴ്ച എടുത്തില്ല, ജൂലൈ 2 NCPയെ പുലർത്തി അജിത് പവാർ BJPയോടൊപ്പം ചേർന്നു. അദ്ദേഹത്തിന്റെ കൂടെ പോയവരില് 3 പേര് ED അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടമായിരുന്നു. പക്ഷേ ED അന്വേഷണം പൂർണ്ണമായി അങ്ങ് നിലച്ചു. അജിത് പവാറും ഛഗൻ ഭുജ്ബലും ഹസൻ മുഷ്റഫും എല്ലാം അന്വേഷണം നേരിട്ടു. എല്ലാ അന്വേഷണവും നിലക്കുന്ന അവസ്ഥ വന്നു. രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റിൽ വ്യോമയാന മന്ത്രിയായിരുന്നു പ്രഫുൽ പട്ടേൽ. പ്രധാനപ്പെട്ട NCP നേതാവായിരുന്നു അദ്ദേഹം. കേരളത്തില് പലപ്പോഴും വന്നിട്ടുള്ളതും ആളുകൾക്കറിയാവുന്നതുമായ നേതാവാണ്. അദ്ദേഹത്തിനെതിരെ ആ വ്യോമയാന മന്ത്രിയായിരിക്കുന്ന കാലത്ത് വിമാനം വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെയുള്ള ഒരു CBI കേസ് വന്നു. അപ്പോ അദ്ദേഹം പിന്നീട് സ്വീകരിച്ച മാർഗം BJPയോടൊപ്പം ചേരലാണ്. അതോടെ അന്വേഷണം പൂർണ്ണമായി നിലച്ചു.
ഇതാണ് രാജ്യത്തെ BJP ഗവൺമെന്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്ക് നേരെ സ്വീകരിക്കുന്ന നില. എത്രയോ കേസുകൾ നമ്മുടെ രാജ്യത്ത് ഈ തരത്തിൽ BJP മുൻകൈ എടുത്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഇവിടെ ഇത്തരം കേസുകളിൽ സ്വീകരിക്കുന്ന ഒരു നിലയുണ്ട്. കോൺഗ്രസിന്റെ ഒട്ടേറെ നേതാക്കൾക്കെതിരെ ഇതുപോലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിൽ കോൺഗ്രസ് അതിനെതിരെ ശക്തമായി പ്രതികരിക്കാറുണ്ട്. ഇപ്പോ ഒരു ഘട്ടത്തില് വലിയ തോതിൽ ഉയർന്നു വന്ന ഒന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട ഒരു കേസ്. ഇപ്പോ ആ കേസ് അവസാനിച്ചു. എങ്ങനെയാണ് അവസാനിച്ചത്? ആ കേസില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നത് DLF എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് രംഗത്തെ ഒരു ഭീമൻ കമ്പനിയാണ്. അവർക്കെതിരെയും കേസ് ഇതിന്റെ ഭാഗമായി ഉണ്ടായി. ആ കേസില് റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ അഴിമതിയും വഞ്ചനയും കാണിച്ചു എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. ആ കേസ് നമ്മുടെ കോടതിയിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അന്വേഷണ ഏജൻസികൾ തന്നെ പറയുകയാണ്, ഇതിനകത്ത് നിയമവിരുദ്ധമായി ഒന്നുമില്ല. അത് സ്വാഭാവികമായി പറഞ്ഞതല്ല. നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്ന് പറയുന്നതിന് മുൻപുള്ള കാലയളവ്, ഈ കേസ് എടുത്തതിന് ശേഷം 2019 മുതൽ 2022 വരെയുള്ള കാലയളവ്, ഈ വർഷങ്ങളില് BJPക്ക് ഇലക്ടറൽ ബോണ്ട് ഇനത്തില് ഇവര് നൽകിയത് 170 കോടി രൂപയാണ്. നോക്കണം, ഒരു കമ്പനിക്കെതിരെ ആരോപണം, കേസ്, അതിന്റെ അന്വേഷണം, അത് വളരെ ഗൗരവമായിട്ട് നടക്കുന്നു. അപ്പൊ തന്നെ വേറൊരു ഭാഗത്തൂടെ പണം ഊറ്റിയെടുക്കുകയാണ്. 170 കോടി രൂപ ഈ കമ്പനിയിൽ നിന്ന് BJP ഇലക്ട്രൽ ബോണ്ടിന്റെ വക സമാഹരിക്കുന്നു. അതിനുശേഷം സ്റ്റേറ്റ്മെന്റ് നിയമവിരുദ്ധമായി ഒന്നുമില്ല. അത് DLF അതിന്റെ ഭാഗമായി ഒഴിവാക്കപ്പെടുന്നു. അതേ കൂട്ടത്തിൽ തന്നെ ഒഴിവാക്കപ്പെടുകയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്. ഇതാണ് BJP സ്വീകരിക്കുന്ന നില എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഗുണഫലം കോൺഗ്രസിന് കിട്ടിയെന്നത് നമ്മുടെ മുന്നിലുള്ള ഒരു സാക്ഷ്യപത്രമാണ്. ഇത് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ഇത്തരം അന്വേഷണങ്ങൾ കോൺഗ്രസ് ഇതര പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെ നടക്കുമ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം എന്താ? അപ്പോ കോൺഗ്രസ് കേന്ദ്ര അന്വേഷണ ഏജൻസികളോടൊപ്പമാണ്, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കൂടെയാണ് നിൽക്കുക. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കെജ്രിവാൾ തന്നെയാണ്. കെജ്രിവാളിനെതിരെയുള്ള കേസ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന ഒന്നാണ്. അവരാണ് ഡൽഹി പോലീസിൽ പരാതി കൊടുക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഡൽഹി പോലീസിന് വലിയ സന്തോഷം, ഇത്തരൊരു പരാതി കിട്ടിയപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ആ രജിസ്റ്റർ ചെയ്ത കേസിന്റെ പിന്നാലെയാണ് ED എത്തിപ്പെടുന്നത്.
ED ഒരു വർഷം മുൻപ് ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോ കോൺഗ്രസ് സ്വീകരിച്ച നില എന്താ? പരസ്യമായാണല്ലോ കോൺഗ്രസ് ചോദിക്കുന്നത്, എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇദ്ദേഹമല്ലേ മുഖ്യ സൂത്രധാരകൻ? എന്താണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്? ഇതാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഇപ്പോ കോൺഗ്രസ് ഒരു പ്രായശ്ചിത്തം ചെയ്തു. കെജ്രിവാള് ഡൽഹിയുടെ കാര്യത്തിൽ ഇത് മാത്രമല്ല, സുപ്രീം കോടതി ഇടപെട്ട് ഡൽഹി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിലപാട് ശരിയാണ് എന്ന് പറഞ്ഞപ്പോ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു ഓർഡിനൻസ് ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്നു, BJP ഗവൺമെന്റ് കൊണ്ടുവന്നു. രാജ്യം മുഴുവൻ അതിൽ പ്രതിഷേധിച്ചു. അന്ന് കോൺഗ്രസ് അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായില്ല. ആ ഓർഡിനൻസിന്റെ കൂടെയായിരുന്നു കോൺഗ്രസിന്റെ മനസ്സ്. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളും പ്രതിഷേധിക്കുന്നുള്ള നിലപാട് കോൺഗ്രസ് എടുത്തു. ഇപ്പോ കെജ്രിവാള് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ കഴിഞ്ഞ 31-ാം തീയതി ഡൽഹി രാംലീല മൈതാനി, ആ മൈതാനി നിറഞ്ഞു കവിഞ്ഞ ജനസഹസ്രങ്ങൾ പങ്കെടുത്തൊരു യോഗം നടന്നു. ആ യോഗത്തില് കോൺഗ്രസിന്റെ പ്രധാനികളെല്ലാം ഇരിക്കുന്നത് നമ്മൾ കണ്ടു. നല്ലത്, അങ്ങനെ ചെയ്തത് സ്വാഗതാർഹം തന്നെയാണ്. പക്ഷെ അപ്പൊ പറയായിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, ഒരു തെറ്റ് സമ്മതിക്കാനുള്ള രാഷ്ട്രീയ ആർജവം കാണിക്കാമായിരുന്നു. പോട്ടെ, ഇനിയെങ്കിലും നേരത്തെയുള്ള നിലപാട് ഉപേക്ഷിക്കുകയോ? ഇപ്പോ രാജ്യത്തെ BJPക്കെതിരായുള്ള പോരാട്ടത്തില് ശക്തമായി ഒന്നിച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയാണല്ലോ NCP. ലക്ഷദ്വീപിലെ പാർലമെന്റ് അംഗം ഏത് പാർട്ടിക്കാരനാ? ഈ പറഞ്ഞ NCP അംഗമാണ്. അദ്ദേഹത്തിനെതിരെ ആരുടെ നിലപാട്? കോൺഗ്രസിന്റെ. അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വം റദ്ദ് ചെയ്യണമെന്ന നിലപാടിലായിരുന്നില്ലേ കോൺഗ്രസ്? തങ്ങളതല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം ഇതാണ്. ഇപ്പോ 31-ാം തീയതിക്ക് ശേഷവും മാറ്റമുണ്ടോ? ഇപ്പൊ കേരളത്തിന്റെ അനുഭവം നോക്കൂ. കേരളത്തില് കിഫ്ബിക്ക് നേരെ വലിയ തോതിലുള്ള ഇടപെടലാണല്ലോ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുനിന്ന് വന്നത്. അത് ഈ 31-ന് മുൻപാണ്. അപ്പോ കേരളത്തിലെ കോൺഗ്രസ് പറഞ്ഞെന്താ? ഇതല്ലേ ഞങ്ങൾ നേരത്തെ പറയുന്നത്, എന്താണ് നിങ്ങൾ വൈകിപ്പോയത്? ഇതല്ലേ കേന്ദ്ര അന്വേഷണ ഏജൻസിയോട് കേരളത്തിലെ കോൺഗ്രസിന്റെ ചോദ്യം. 31-ന് ശേഷം മാറ്റമുണ്ടോ? കോൺഗ്രസിന്റെ പഴയ രീതിയിൽ മാറ്റമുണ്ടോ? അതിനുശേഷമാണല്ലോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് 2016-ൽ കിഫ്ബിയെ പുനർജീവിപ്പിക്കുമ്പോ ധനമന്ത്രിയായിരുന്ന സഖാവ് തോമസ് ഐസക്കിനെതിരെ വലിയ വാൾവീശൽ നടത്തിയത്. തോമസ് ഐസക്കിനെതിരെ നോട്ടീസ് ED-യിൽ നിന്ന്. അപ്പോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തോമസ് ഐസക്കിനെതിരെ പരസ്യമായി രംഗത്ത്. ആരെ സഹായിക്കാൻ? ഇതല്ലേ നമ്മുടെ അനുഭവം. എന്താണ് കിഫ്ബി ഇവിടെ ചെയ്ത കുറ്റകൃത്യം? കിഫ്ബി എന്നത്
ഇന്ത്യയിലെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധർ ഉൾക്കൊള്ളുന്ന ഒരു ബോർഡ് നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ വൻ സാമ്പത്തിക വിശ്വാസ്യത ആ സ്ഥാപനത്തിനുണ്ട്. ഇപ്പോ ED മസാല ബോണ്ടും പിടിച്ചാണല്ലോ പുറപ്പെട്ടത്. ലണ്ടനിലങ്ങ് ചെന്ന് മസാല ബോണ്ട് വേണമെന്ന് പറഞ്ഞാലങ്ങ് എടുത്ത് കൊടുക്കുന്നതൊന്നല്ല മസാല ബോണ്ട്. അതിനൊരുപാട് കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതികളാണ്. അതോടൊപ്പം ഈ സ്ഥാപനം നല്ല വിശ്വാസ്യതയുള്ള സ്ഥാപനമായിരിക്കണം. എല്ലാ അനുമതിയും റിസർവ് ബാങ്കിൽ നിന്ന് വാങ്ങി അതിനുശേഷമാണ് മസാല ബോണ്ട് സ്വീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളം പോലൊരു സംസ്ഥാനത്തിന് മസാല ബോണ്ട് സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നത് കേരളത്തിന് യശസ്സായി മാറേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ സ്ഥാപനത്തിന്റെ സാമ്പത്തികമായ മേന്മയാണ് അത് എടുത്തു കാണിക്കുന്നത്. ആ വാങ്ങിയ പണം എന്തിനുപയോഗിക്കുന്നു അത് കൃത്യമായി സ്റ്റേറ്റ്മെന്റായി കൊടുക്കണം റിസർവ് ബാങ്കിന്. ഓരോ ഘട്ടത്തിലും അത് ചെയ്തിട്ടുണ്ട്. എല്ലാ പണവും ചെലവിട്ട് കഴിഞ്ഞു. ആ വാങ്ങിയ പണം ചെലവിടൽ മാത്രമല്ല, വാങ്ങിയ പണം തിരിച്ചടക്കേണ്ടതുണ്ട്. ഒരു പൈ കുറയാതെ മുഴുവൻ തിരിച്ചടച്ചും കഴിഞ്ഞു. അതും റിസർവ് ബാങ്കിനറിയാം. റിസർവ് ബാങ്കിന്റെ മുന്നിൽ ഒരു വീഴ്ചയുമില്ല. ഏത് അടിസ്ഥാനത്തിലാണ് വീഴ്ച എന്ന് ED കണ്ടെത്തുന്നത്? ഇതല്ലേ കാണേണ്ടത്. അപ്പോൾ കൃത്യമായ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായുള്ള രീതികളാണ് സ്വീകരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസി എന്ന് പറയുമ്പോൾ ആ അന്വേഷണ ഏജൻസികൾ പാലിക്കേണ്ട സാധാരണ നിലയിലുള്ള നിയമപരമായ വ്യവസ്ഥകളുണ്ട്. അതിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ ഒരു അന്വേഷണ ഏജൻസിക്കും കഴിയില്ല, പാടില്ലാത്തതാണ്. പക്ഷേ RSS നിയന്ത്രിക്കുന്ന BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന്റെ കീഴിലെ അന്വേഷണ ഏജൻസികളാകുമ്പോൾ തങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്നതാണ് അവർ സ്വീകരിക്കുന്ന നിലപാട്. ഇപ്പോ നമ്മുടെ പല ആളുകളെയും ED മൊഴിയെടുക്കാനെന്ന് പറഞ്ഞ് വിളിക്കുന്നില്ലേ? മൊഴിയെടുക്കാനെന്ന് പറഞ്ഞ് വിളിച്ച് അവിടെ എത്ര മണിക്കൂറാണ് നിർത്തുന്നത്? സാധാരണ നിലക്ക് ആ മൊഴിയെടുപ്പ് നടക്കാതെ അവിടെ ഇരിക്കുകയാണ്. നേരത്തെ പാർലമെന്റ് അംഗമായിരുന്ന ഒരാളെ ഇതിനിടക്ക് വിളിക്കുകയുണ്ടായി. ഒന്നും മറച്ചു വെക്കാനില്ലല്ലോ, ചെല്ലുന്നതിന് പ്രശ്നമില്ലല്ലോ. ചെന്നാൽ എന്തെങ്കിലും പറയണ്ടേ, എന്തെങ്കിലും ചോദിക്കണ്ടേ? ചോദിക്കാനില്ല. അപ്പോ അവിടെ ഇരിക്കുകയാണ്. എത്ര മണിക്കൂർ? 1, 2, 3, 4, 5 മണിക്കൂറല്ല, മണിക്കൂറുകൾ ഇങ്ങനെ പോകുന്നു. ഒരു സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തി അപമാനിക്കലല്ലേ ഇത്? വിവരമറിയാനാണെങ്കിൽ ആ വിവരങ്ങൾ ചോദിക്കല്ലേ വേണ്ടത്? വിവരങ്ങൾ ചോദിക്കാതെ അവിടെ ഇരുത്തി ഒന്നും പറയാതിരിക്കുക. അവിടെയാണെങ്കിൽ ഫോൺ സാധാരണഗതിയിൽ അയാൾ ഉപയോഗിക്കില്ല. അതിനകത്ത് വായിക്കാൻ
മറ്റ് സംവിധാനങ്ങളില്ല. ന്യൂസ് കാണാൻ മറ്റെന്തെങ്കിലും സംവിധാനമില്ല. ഒരു മനുഷ്യൻ ഒറ്റക്ക് ഒരു മുറിയിൽ മണിക്കൂറുകളോളം ഇരുന്നാൽ എന്തായിരിക്കും സ്ഥിതി? അയാൾ പറഞ്ഞു കേട്ടത് ഞാൻ ലേശം ഉറങ്ങിയെന്നാണ്. വേറെ എന്ത് ചെയ്യും? ഇരുന്നുറങ്ങുക എന്നുള്ളത് അല്ലാതെ വേറെ എന്ത് ചെയ്യും? അത് രാഷ്ട്രീയക്കാരനായ ആളായതുകൊണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ വിളിക്കുന്ന രീതി നോക്കണം. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ അന്വേഷണ ഏജൻസികൾ പെരുമാറേണ്ടത്? ഈ രീതിയിലാണോ സാധാരണഗതിയിൽ നിയമവ്യവസ്ഥ നടക്കേണ്ടത്? നമ്മുടെ രാജ്യം നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യമല്ലേ? അവിടെ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവൃത്തികൾ അന്വേഷണ ഏജൻസികൾക്ക് നടത്താൻ അധികാരമുണ്ടോ? ചെയ്യാൻ പാടുണ്ടോ? എത്ര മണിക്കൂറാണ്? ചിലരെ രാത്രി വൈകുന്നവരെ ഇരുത്തുകയാണ്. ഇപ്പോ CPIM-ന്റെ ജില്ലാ സെക്രട്ടറിയെ വിളിച്ചിട്ട് എന്താണ് ചോദിക്കാനുള്ളത്? ചോദിക്കാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറയല്ലോ. പക്ഷേ ചോദ്യമില്ല. അവിടെ ഇരുത്തുകയാണ്, രാത്രി വൈകുന്നവരെ ഇരുത്തുകയാണ്. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾക്ക് CPIM-നെയും മറ്റും എതിർക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് നല്ല ഹരം. ഇത്ര മണിക്കൂറായി ഇവിടെ തുടർന്നു, എന്താണ് സംഭവിക്കുക എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വക വാർത്തകൾ. ഈ പറയുന്ന ശരിയില്ലായ്മയെക്കുറിച്ച് അരയക്ഷരം അവരാരും പറയില്ല. നമ്മളിതൊരു ജനാധിപത്യ രാഷ്ട്രമാണല്ലോ, നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന രാഷ്ട്രമാണല്ലോ. ആ നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൽ നിയമത്തിന് വിധേയമായല്ലേ കാര്യങ്ങൾ നടത്തേണ്ടത്? രാത്രി വൈകുന്നവരെ ആളെ ഇരുത്തലാണോ? അദ്ദേഹത്തെ രാത്രി വൈകിയല്ലേ വിട്ടത്? ചില കേസിൽ രാത്രി മുഴുവൻ ഇരുത്തിയെന്നാണ് കേൾക്കുന്നത്. ചില വാർത്തകൾ അങ്ങനെ കാണുന്നുണ്ട്. പിറ്റേ ദിവസം വിടുന്നു. ഏതെങ്കിലും നിയമവ്യവസ്ഥ അതിന് അധികാരം കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇതല്ലേ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഇത്തരം കാര്യങ്ങളെ സ്വാഭാവികമായും നമ്മുടെ രാജ്യം അംഗീകരിക്കില്ല എന്നാണ് നാം കാണേണ്ടത്. ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് വല്ലാത്ത പ്രയാസം. അദ്ദേഹം ഇന്നലെ ചോദിച്ചതായി കണ്ടത്, എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാത്തത്? എന്താണ് കസ്റ്റഡി എടുക്കാത്തത്? എന്തുകൊണ്ടാണ് കേസ് എടുക്കാത്തത്? രാഹുൽ ഗാന്ധി, നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട്. ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടാക്കരുത് കേട്ടോ. അത് നല്ലതല്ല. നിങ്ങളെ മുത്തശ്ശിയില്ലേ ഈ രാജ്യത്താകെ അടക്കി വാണിരുന്ന കാലം, അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിലിലിട്ടത്. എത്ര കാലം? 1.5 വർഷം. ഇപ്പൊ ജയിലിൽ നിന്ന് കേട്ടാൽ നിങ്ങളെ അശോക് ചവാനെ പോലെ അയ്യോ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല കേട്ടാ. പിന്നെ ചോദ്യം ചെയ്യല് നേരിടാത്തവരല്ല ഞങ്ങളൊന്നും. നിങ്ങളെ അനുയായിയായിരുന്നല്ലോ CBIക്ക് കേസ് കൊടുത്തിരുന്നത്. നിങ്ങൾ കെട്ടിച്ചമച്ചൊരു കേസിന്റെ ഭാഗമായിട്ട് വിജിലൻസ് അന്വേഷിച്ച് തള്ളിയ കേസ്, ഒരു കാര്യം ഇതിലില്ല എന്ന് പറഞ്ഞ് തള്ളിയ കേസ്, രാഷ്ട്രീയമായ പകപോക്കലിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് CBIക്ക് കൊടുത്തത്. CBI വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ. എന്തേ അവർക്ക് ബുദ്ധിയായ കാര്യം? നേരത്തെ വിജിലൻസ് എവിടെയാണോ എത്തിയത് അവിടെ തന്നെയായിരുന്നു അവരും എത്തിയത്. അന്ന് നിങ്ങളെ പാർട്ടിയാണ് അധികാരത്തില്. ആ അധികാരത്തിലിരുന്നവരുമായിട്ട് ആരുമായിട്ടെങ്കിലും ആലോചിക്കാൻ പറ്റുമെങ്കിലും ചർച്ച ചെയ്ത് നോക്ക് എങ്ങനെയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തതെന്ന്. അന്നത്തെ വിജിലൻസ് റിപ്പോർട്ട് എന്തായിരുന്നു?
അന്നത്തെ നിയമോപദേശം എന്താ? വിജിലൻസ് അല്ല, CBIയുടെ അന്വേഷണ രീതി എന്തായിരുന്നു? അതിന്റെ മേലെയുള്ള നിയമോപദേശം എന്തായിരുന്നു എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നോക്ക്. അപ്പൊ അറിയാം. ആ അന്വേഷണം എന്ന് കേട്ടപ്പോ ഞങ്ങളാരും ബോധം കെട്ടുപോയിട്ടില്ല കേട്ടോ. നിങ്ങൾ ജയിലും അന്വേഷണവും കേന്ദ്ര ഏജൻസിയും അതൊന്നും കാട്ടി ഞങ്ങളെ വരട്ടാൻ നോക്കരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. മിതമായി ഞാനിപ്പോ പറയുന്നുള്ളൂ, മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. നിങ്ങള് കേരളത്തില് എനിക്കൊക്കെ എതിരായി നീങ്ങുന്ന, ദീർഘകാലമായി നീങ്ങുന്ന ചില പ്രത്യേക ആൾക്കാരുണ്ട്. അവരെ കൃത്യമായി സംരക്ഷിച്ചു നിർത്തുന്നതാ, വെറുതെ നിൽക്കുന്നതല്ല. ഒരു സംഘം അങ്ങനെയുണ്ട്. ആ സംഘം ദീർഘകാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. അവരിനിയും തുടരും. അത് നിങ്ങളെ കൂട്ടത്തിലുള്ള ചിലര് ആ സംഘത്തിന്റെ സംരക്ഷകരായിട്ട് നേരത്തെയുണ്ട്. ആ സംരക്ഷകരായിരിക്കുന്നവര് ഇവിടെ വരുമ്പോ പറയുന്ന കാര്യങ്ങൾ അതേപടി ആവർത്തിച്ചാൽ അത് നിങ്ങൾക്ക് കാര്യങ്ങൾ വിവേചനപൂർവ്വം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന നിലയാണ് ഉണ്ടാക്കുക എന്നത് തിരിച്ചറിഞ്ഞാൽ നല്ലത്. നിങ്ങൾക്ക് കുറച്ച് മാറ്റമൊക്കെ വന്നു എന്നാണ് നിങ്ങളെ യാത്രക്കൊക്കെ ശേഷം നിങ്ങൾ അനുയായികൾ തന്നെ പറഞ്ഞു നടക്കുന്നത്. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നും പഴയ അതേ രീതിയിലാണ് നിൽക്കുന്നത് എന്നും ആളുകൾ മനസ്സിലാക്കുന്നതിന് ഇടയാക്കും എന്നുകൂടി തിരിച്ചറിയുന്നത് നല്ലതാണ്. ഇവിടെ നിങ്ങളെ വിമർശിക്കുന്നതിനെ പറ്റി അതാണല്ലോ നിങ്ങൾക്കുള്ള വലിയ പരാതി. രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു, മറ്റാരെയും വിമർശിക്കുന്നില്ല. BJP വിമർശിക്കുന്നില്ല, മോദിയെ വിമർശിക്കുന്നില്ല. ഇപ്പോ ഞാൻ എൻ്റെ സംസാരത്തിൽ നേരത്തെ പറഞ്ഞ കാര്യമൊക്കെ ആർക്കെതിരെയുള്ളതാണ്? ഇന്ത്യയിലെ BJP ഗവൺമെന്റിനെതിരെയുള്ളതാണ്. അവസാനം എത്തിയപ്പോ രാഹുൽ ഗാന്ധിയും അതിനകത്ത് വരുന്നുണ്ട്. അത് രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ്. അതിന് പറയണ്ടേ? ഇനി ഇവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും, ഞാനത് ആവർത്തിക്കുന്നില്ല. ഏത് കാര്യത്തിലാണ് വിമർശനം? പൗരത്വ നിയമ ഭേദഗതി. പൗരത്വ നിയമ ഭേദഗതി രാജ്യത്തൊരു വിഷയമല്ലേ? 2019 BJPയുടെ രണ്ടാം ഊഴം. ആ രണ്ടാം ഊഴം വന്നപ്പോ RSSന്റെ തനി അജണ്ടയാണ് നടപ്പാക്കാൻ തുടങ്ങിയത്. അജണ്ടയിൽ ഏറ്റവും പ്രധാനമാണ് മതനിരപേക്ഷത തകർക്കൽ. മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെക്കാൻ പറ്റിയ സാധനം പൗരത്വമാണ്. പൗരത്വം മതാടിസ്ഥാനത്തിലാക്കുക. ആ നിയമ ഭേദഗതിയല്ലേ കൊണ്ടുവന്നത്. അതിനെതിരെ വലിയ പ്രക്ഷോഭം രാജ്യത്തുയർന്നു. ആ പ്രക്ഷോഭത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായോ? കോൺഗ്രസ് എവിടെയെങ്കിലും ഉണ്ടായോ? മറ്റെല്ലാവരും ഉണ്ടായല്ലോ. എന്തുകൊണ്ടാണ് കോൺഗ്രസ് മാത്രം മാറി നിന്നത്? ഡൽഹിയിലെ പ്രക്ഷോഭത്തില് ഒരുപാട് ദേശീയ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ. ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ ആ കൂട്ടത്തിൽ കാണാനുണ്ടോ? എന്തേ കാണാൻ ഇല്ലാതിരുന്നത്? കേരളത്തില് ഞങ്ങള് ആ നിയമ ഭേദഗതി വന്നപ്പോൾ തന്നെ ഇവിടെ നടപ്പാക്കില്ല എന്ന് ആദ്യം പ്രഖ്യാപിച്ചു. തുടർന്ന് എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാക്കളും എല്ലാം ഉണ്ടായി. സർവകക്ഷി യോഗം ചേർന്നു, അതിലും കോൺഗ്രസ് ഉണ്ടായി. നിയമസഭയുടെ പ്രത്യേക യോഗം വിളിച്ചു. പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കണം, അത് റദ്ദ് ചെയ്യണം എന്ന് പറയുന്ന പ്രമേയം ഏകണ്ഠമായി അവതരിപ്പിച്ചു. പ്രതിപക്ഷ നേതാക്കളെല്ലാം ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താണ് കോൺഗ്രസ് പിൻവാങ്ങാൻ കാരണം?
ഞങ്ങളിനി യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്നിവിടെ കോൺഗ്രസ് തീരുമാനിക്കാൻ എന്താ കാരണം? കേരളത്തിന് പുറത്ത് എവിടെയും നിങ്ങൾ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടില്ല. കേരളത്തിൽ മാത്രം അങ്ങനെ വേണ്ട എന്ന് നിങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടാകാം. കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ചല്ലേ ഇവിടുത്തെ കോൺഗ്രസ്സുകാര് ആ യോജിച്ച പ്രക്ഷോഭത്തിൽ നിന്ന് പിൻവാങ്ങിയത്? അല്ല എന്നുണ്ടെങ്കിൽ എന്തേ രാഹുൽ ഗാന്ധി പറയാത്തത്? പറയണം. ഞാനിത് കുറച്ച് ദിവസമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളെ പേരും പറയുന്നുണ്ടല്ലോ. എന്തേ നിങ്ങൾ പറയാത്തത്? നിങ്ങൾ പറ, ആര് പറഞ്ഞിട്ടാണ് ആ പിൻവാങ്ങൽ ഉണ്ടായത് എന്ന്? പോട്ടെ, 4 വർഷം മുൻപുള്ള കാര്യമാണല്ലോ അത്. ഇപ്പോ ചട്ടം കൊണ്ടുവന്നു 4 വർഷത്തിന് ശേഷം ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ. RSS അജണ്ട മതനിരപേക്ഷത താർക്കുക, അതിനു വേണ്ടിയല്ലേ അത്? എല്ലാരും പ്രതിഷേധിച്ചല്ലോ. നിങ്ങളെ ശബ്ദം ഉണ്ടായോ? കോൺഗ്രസിന്റെ ശബ്ദം ഞാൻ ചോദിക്കുന്നത്. കോൺഗ്രസിന്റെ ശബ്ദം ഉയർന്നോ ഇതിനെതിരായിട്ട്? നിങ്ങളുടെ പ്രസിഡന്റിനോട് നേരിട്ട് ചോദ്യമല്ലേ മാധ്യമപ്രവർത്തകര്, എന്താണ് ഈ ചട്ടങ്ങളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? എന്താ മറുപടി പറഞ്ഞത്? സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. രാത്രി ആലോചിച്ച് പറയാം എന്നാണ് കോൺഗ്രസ് പ്രസിഡന്റിന്റെ മറുപടി. എത്ര പരിഹാസ്യമാണ്! രാഹുൽ ഗാന്ധി, നിങ്ങളുടെ പേര് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത് ഇവിടെയാണ്. നിങ്ങൾ ആ ഘട്ടത്തിൽ രാജ്യത്തൊരു യാത്ര നടത്തുന്നു. ആ യാത്രയിൽ എല്ലായിടങ്ങളിലും ലോകത്തും രാജ്യത്തുമുള്ള വിഷയങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നു. നിങ്ങൾ സംസാരിക്കാത്ത, ഒഴിവാക്കിയ ഏക വിഷയം പൗരത്വ നിയമ ഭേദഗതി. എന്തേ അങ്ങനെ ഒഴിവാക്കാൻ കാരണം? അതാണ് ഞാൻ ചോദിച്ച ചോദ്യം, നിങ്ങളോട് ചോദിച്ച ചോദ്യം, രാഹുൽ ഗാന്ധിയോട് ചോദിച്ച ചോദ്യം. രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞ പ്രശ്നം എന്താ നിങ്ങൾക്ക് മറുപടി? നിങ്ങള് വയനാട്ടില് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വരുമ്പോഴെങ്കിലും പറയൂന്ന് വിചാരിച്ചു. പറഞ്ഞോ? എന്താണ് നിങ്ങൾക്ക് അതിൽ അറച്ചു നിൽപ്പ്? ഇപ്പൊ ഇതിനു ശേഷം നിങ്ങൾ പലയിടങ്ങളിൽ പോയല്ലോ. എന്താണ് പറയാൻ കഴിയാത്തത്? ഇപ്പോ എല്ലാ പാർട്ടികളും മാനിഫെസ്റ്റോ, തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇറക്കിയ മാനിഫെസ്റ്റോയിൽ കൃത്യമായി പറഞ്ഞു, പൗരത്വ നിയമ ഭേദഗതി റദ്ദു ചെയ്യും. നിങ്ങളുടെ പത്രികയിൽ എന്തെങ്കിലും പറഞ്ഞോ? എന്തേ നിങ്ങൾ പറയാത്തത്? അതാണല്ലോ നിങ്ങൾക്കെതിരെ ഉയർത്തിയ വിമർശനം. അതൊരു പ്രശ്നമല്ലേ? ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളാണ് ഈ മണ്ണിൽ തലമുറകളായി ജീവിക്കുന്നവർ. ഇനി ഇവിടെ ജീവിതം തുടരാനാകുമോ എന്ന് ആശങ്കയിൽ കഴിയുന്നത്. ആ ആശങ്കയിൽ കഴിയുന്നവരോട് നിങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന സന്ദേശം നൽകാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങളോ? നിങ്ങളവരെ കണ്ട ഭാവം നടിച്ചില്ല. അതല്ലേ വസ്തുത? അതല്ലേ നിങ്ങൾ പറയേണ്ടത്? നിങ്ങൾക്ക് എങ്ങനെ ഒരു സംഘപരിവാർ മനസ്സ് വരുന്നു? ഇത് സംഘപരിവാർ അജണ്ടയല്ലേ? സംഘപരിവാർ അജണ്ട RSS നേതൃത്വം കൊടുക്കുന്ന BJP നടപ്പാക്കുമ്പോ സംഘപരിവാർ മനസ്സുള്ളവർക്ക് മാത്രമല്ലേ അതിനോടൊപ്പം നിൽക്കാൻ ബാധ്യതയുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ ആ ബാധ്യത വരുന്നു? രാഹുൽ ഗാന്ധി പറയണം. ഇവിടെ മാത്രമാണോ നിങ്ങൾ ഇത് കാണിച്ചത്? ജമ്മു കാശ്മീർ RSS തുടക്കം മുതലേ പറയും. നമ്മൾ ഭരണഘടനയെ അംഗീകരിച്ച നാൾ മുതൽ പറയുന്ന ഒരു കാര്യമാണ്, 370 പാടില്ലാത്ത ഒന്നാണ്, അത് റദ്ദ് ചെയ്യണം. ഇതാണ് RSSന്റെ നിലപാട്. ജമ്മു കാശ്മീരിനുള്ള പ്രത്യേക പദവി റദ്ദ് ചെയ്യണം. ഇപ്പോ മോദിയുടെ ഗവൺമെന്റിന്റെ 2ാം ഊഴം RSS അജണ്ട ഓരോന്നായി നടപ്പാക്കുന്ന ഘട്ടം. ഈ അജണ്ട എടുത്തു. ഒരു ദിവസം
ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ എഴുന്നേറ്റ് നിൽക്കുന്നു, ഒരു കടലാസ് എടുത്ത് വായിക്കുകയാണ്. RSS അതിന്റെ നടപ്പാക്കലാണ്. ഒന്ന്, ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദ് ചെയ്യുന്നു. 2, ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി ഇല്ലാതാക്കുന്നു. 3, ജമ്മു കാശ്മീരിനെ കഷണങ്ങളായി വിഭജിക്കുന്നു. എന്തെല്ലാം നടപടിക്രമങ്ങൾ പാലിക്കണം ഇതിന്? ഞങ്ങൾക്കൊരു നടപടിക്രമവും ബാധകമല്ല, ഞങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യും. ഇതാണ് സംഘപരിവാർ മനസ്സ്. അതാണ് BJP ചെയ്തത്. രാജ്യമാകെ കനത്ത പ്രതിഷേധമുയർന്നില്ലേ? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ രീതിയിൽ പ്രതിഷേധമുയർന്നോ? എന്തേ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ആ രീതിയിൽ പ്രതിഷേധം ഉയരാത്തത്? സാങ്കേതികമായി എതിർത്തോ എന്തല്ല പ്രശ്നം. ഈ പ്രശ്നത്തിന്റെ ഗൗരവമനുസരിച്ച് സഭയിലും പുറത്തും നിങ്ങളുടെ പ്രതിഷേധം ഉയർന്നോ? ഇല്ലാലോ. രഹസ്യമായി BJP അഭിനന്ദിച്ച എത്ര കോൺഗ്രസുകാരുണ്ട്, നേതാക്കളുണ്ട്? ഒരു നേതാവിന്റെ കാര്യം പരസ്യമാണ്. അദ്ദേഹം രാജ്യസഭയിലെ കോൺഗ്രസിന്റെ ചീഫ് വിപ്പ്. അദ്ദേഹത്തിന് ആവേശം അടക്കാനായില്ല. എന്തൊരു നല്ല കാര്യമാണ് ഈ BJP ചെയ്തത്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയല്, സംസ്ഥാന പദവി ഇല്ലാതാക്കല്. ആവേശം അടക്കാൻ പറ്റാതെ കോൺഗ്രസ് വിട്ടു, BJP ചെന്ന് ചേർന്നു. BJP അദ്ദേഹത്തെ വീണ്ടും രാജ്യസഭാംഗമാക്കി രാജ്യസഭയിലേക്ക് അയച്ചു. എന്താണ് രാഹുൽ ഗാന്ധിക്ക് പറയാനുള്ളത്? ഇവിടെ നമ്മൾ ആലോചിക്കണം കേട്ടോ. നമ്മൾ ജയിപ്പിച്ചയച്ച 18 അംഗമുണ്ട്, 18 അംഗ സംഘമുണ്ട്. അവസാനത്തെ കണക്കാണ് ഞാൻ പറയുന്നത്. അവസാനത്തെ കണക്കെടുത്താല് കേരളത്തിൽ നിന്ന് പോയ MP-മാരിൽ 2019 പോയ MP-മാരിൽ 18 പേര് UDF-ന്റെ കൂടെ, 2 പേര് LDF-ന്റെ കൂടെ. ആലപ്പുഴയിലും കോട്ടയത്തും ആരിഫും തോമസ് ചാഴിക്കാടനും LDF, ബാക്കി 18 അംഗ സംഘം UDF. ഈ 18 അംഗ സംഘം എവിടെയെങ്കിലും ഉണ്ടായോ? ഈ പറയുന്ന ഏതെങ്കിലും പ്രതിഷേധം അവർ രേഖപ്പെടുത്തിയോ? ഇവിടെ മാത്രമാണോ നിങ്ങൾ നിന്നത്? നിങ്ങൾ BJP എതിർക്കുകയാണ് പോലും. എതിർക്കേണ്ട കാര്യത്തെ എതിർക്കണ്ടേ? നിങ്ങളിപ്പോ പ്രസംഗിച്ചുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഈ രാജ്യത്ത് കഴിഞ്ഞ 5 വർഷക്കാലം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് RSS അജണ്ട നടപ്പാക്കുമ്പോ നിങ്ങൾ സ്വീകരിച്ച നിലപാട് എന്ത്? അതല്ലേ പ്രശ്നം. അതല്ലേ നിങ്ങളുടെ നിലപാടിന്റെ ഉരക്കല്ല്. 2 നിയമ ഭേദഗതി. ഒന്ന്, NIA. ആ നിയമത്തെ പറ്റി എല്ലാവർക്കും അറിയാം. എന്തിനാണ് അതൊക്കെ ലക്ഷ്യമിടുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അത് കൂടുതൽ കടുപ്പമുള്ളതാക്കാൻ ഭേദഗതി കൊണ്ടുവന്നു. കോൺഗ്രസ്സുകാർ അതിനെ എതിർത്തോ? ലോക്സഭയിൽ ആകെ എതിർത്തത് 6 പേര്. അതിലൊരാള് ആലപ്പുഴയിലെ സഖാവ് ആരിഫ്. ഇതാണ് ഉണ്ടായത്. എവിടെ പോയി നിങ്ങൾ? എവിടെ പോയി നിങ്ങളടക്കമുള്ള കേരളത്തിലെ 18 അംഗ സംഘം? ഈ കേരളത്തിന്റെ പ്രതികരണമല്ലേ അവിടെ രേഖപ്പെടുത്തേണ്ടിയിരുന്നത്? ഉണ്ടായോ? പോട്ടെ, സാക്ഷാൽ കരിനിയമം എന്നെല്ലാവരും വിശേഷിപ്പിക്കുന്ന UAPA, അതിനെ കൂടുതൽ കരിനിയമമാക്കാൻ ഭേദഗതിയോടെ BJP ഗവൺമെന്റ് വന്നു. രാഹുൽ ഗാന്ധി, നിങ്ങളുടെ കോൺഗ്രസ് ആരുടെ കൂടെ നിന്നു? BJPയോടൊപ്പം നിന്നു. എന്തിനാണിത് ലക്ഷ്യമിടുന്നത് എല്ലാവർക്കും അറിയില്ലേ? നിങ്ങളടക്കമുള്ള 18 അംഗ സംഘം ഈ കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തോടൊപ്പം നിന്നോ? വലിയ തോതിലാണല്ലോ കേരളം അവഗണിക്കപ്പെട്ടത്. കേരളത്തെ ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമം നടന്നത്. കേരളത്തിന് അർഹതയുള്ളതാണല്ലോ നിഷേധിക്കുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളുടെ ശബ്ദമുയർന്നോ? ഈ കേരളത്തിലെ പാർലമെന്റ് അംഗങ്ങളുടെ യോഗം സംസ്ഥാന സർക്കാർ വിളിച്ചപ്പോ 2 തവണ ഞങ്ങൾ ആവശ്യപ്പെട്ടല്ലോ, നിങ്ങൾ സംയുക്തമായി കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് നിവേദനം കൊടുക്കണം. ആദ്യത്തെ തവണ നിങ്ങൾ തയ്യാറായില്ല ഒപ്പിടാൻ.
രണ്ടാമത്തെ തവണ നിവേദനവുമായി ചെന്നപ്പോൾ നിങ്ങൾ പറഞ്ഞതെന്താ? നിങ്ങളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് എംപിമാര് അവര് പറഞ്ഞത് ഞങ്ങൾ ഒപ്പിടാം, പക്ഷേ കേരളത്തിലെ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എഴുതി വെക്കണം. എങ്ങനെയുണ്ട്? നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണന, വിവേചനം, അതിനെതിരെയാണ് നിവേദനം. അപ്പൊ ആ നിവേദനത്തിൽ പറയും ഇതൊന്നും നിങ്ങളെ കുഴപ്പമല്ല, ഇതൊക്കെ ഞങ്ങളുടെ സംസ്ഥാനത്തിലെ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥ കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് എഴുതി കൊടുക്കണം. നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ചാരിയല്ലേ നിന്നത്? നിങ്ങളടക്കമല്ലേ 18 സംഘം ഈ കേരളത്തിൽ നിന്നുള്ള എംപിമാര്? രാഹുൽ ഗാന്ധി വ്യക്തിപരമായി നിങ്ങൾക്കും അതിന്റെ ഉത്തരവാദിത്വമില്ലേ? നിങ്ങൾ ഈ നാടിനോട് നീതി ചെയ്തോ? ഈ നാടിന്റെ പ്രശ്നങ്ങളോട് നീതി ചെയ്തോ? എന്താണ് നിങ്ങൾക്ക് BJP ഗവൺമെന്റിനോട് ചാരി നിൽക്കാനുള്ള ബാധ്യത? നിങ്ങൾ ഇപ്പൊ പറയുന്നു ഞാനങ്ങ് എതിർക്കുകയാണ്. ഇതാണോ എതിർപ്പ്? പ്രസംഗത്തിൽ 2 വാചകം പറഞ്ഞ് ആ വാചകമാണോ എതിർപ്പ്? നിലപാടുകളല്ലേ പ്രശ്നം. ഈ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വന്നല്ലോ, ആ ഘട്ടത്തിൽ സ്വീകരിച്ച നിലപാടല്ലേ പ്രശ്നം. ആ നിലപാട് ഞങ്ങളിതാ ഇന്ന നിലപാട് സ്വീകരിച്ചു തലയുയർത്തി പറയാൻ കഴിയോ? അതല്ലേ കാണേണ്ടത്. ഇവിടെ അവസാനം സുപ്രീം കോടതിയിൽ പോയപ്പോ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? മോദി ഇവിടെ വന്നിട്ട് പറഞ്ഞു സുപ്രീം കോടതിയിൽ നിന്ന് കേരള ഗവൺമെന്റിന് വലിയ തിരിച്ചടിയാണ് ഏറ്റത്. പ്രധാനമന്ത്രിയുടെ നിലക്ക് പറയാൻ പറ്റാത്തൊരു വാചകമാണത്. കാരണം തീർത്തും വസ്തുതാവിരുദ്ധമായ ഒരു വാചകമാണത്. ഒരു ഘട്ടത്തിൽ കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിക്കുമ്പോൾ സുപ്രീം കോടതി ഇടപെട്ടു. സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? കേരളത്തിന് അർഹതപ്പെട്ടതല്ലേ 13,000 കോടിയിൽ പരം രൂപ. നിങ്ങൾ ആദ്യം അത് അനുവദിക്കൂ. അപ്പോഴാണ് അത് അനുവദിച്ചത്. നാം കാണേണ്ടത് നമ്മോട് കാണിക്കുന്ന ഒരു ഔദാര്യമല്ലത്, നമ്മുടെ അർഹതപ്പെട്ട കടമാണ്. അത് കിട്ടാൻ പോലും സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. അതിന് പിന്നാലെ സുപ്രീം കോടതി പറഞ്ഞു കേരളം അതീവ ഗൗരവമായ വിഷയമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്, ഇത് ഗൗരവമായി പരിശോധിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ, അതായത് സുപ്രീം കോടതി, ഇതേവരെ കടക്കാത്തൊരു മേഖലയാണിത്. അതായത് സാമ്പത്തിക ഫെഡറലിസം, അതിന്റെ ലംഘനമാണ് കേരളം ഉന്നയിച്ച പ്രശ്നം. ഞങ്ങൾ ഇതേവരെ പരിശോധിക്കാത്തൊരു വിഷയമാണത്. ഈ വിഷയം ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് ഈ വിഷയം വിടുന്നു. കേരളത്തിന്റെ വാദഗതി അംഗീകരിച്ചുകൊണ്ടാണ് ആ നിലപാട് വന്നത്. ആ നിലപാട് യഥാർത്ഥത്തിൽ നിങ്ങളടക്കമുള്ള ഇവിടുത്തെ 18 അംഗ സംഘത്തിനും കോൺഗ്രസിനും UDF-നും മുഖത്തേറ്റ അടിയല്ലേ? ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തോടൊപ്പം നിങ്ങൾക്ക് നിൽക്കാൻ കഴിഞ്ഞോ? ഇതിന്റെ എല്ലാം ഫലം എന്താണ്? BJPക്ക് നേരത്തെ മുതൽ കേരള വിരുദ്ധ സമീപനമുണ്ട്. അതിന് അവരുടേതായ കാരണമുണ്ട്. അവരെ കേരളം സ്വീകരിക്കുന്നില്ല. നമ്മുടെ കേരളത്തിലും ജയിച്ചു പോയി 18 അംഗ സംഘത്തിന് എന്താണ് വിരോധത്തിന് കാരണം? പക്ഷെ ഫലത്തിൽ അവരും കേരള വിരുദ്ധ സമീപനാണല്ലോ സ്വീകരിച്ചത്. അപ്പൊ കേരള വിരുദ്ധ സമീപനം സ്വീകരിച്ച ഈ ശക്തികൾക്കെതിരെയുള്ള കടുത്ത വികാരം സംസ്ഥാനത്താകെ ഉയർന്നിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും കാണാൻ കഴിയുന്ന ഒരു കാഴ്ച അതിശക്തമായ LDF അനുകൂല തരംഗമാണ്. ആ സാഹചര്യത്തിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത്. ഇനി അധികം ദിവസങ്ങളില്ല. ഇവിടെ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്, സഖാ വളമരം കരീം. കോഴിക്കോടുകാരോട് ആരാണ് സഖാ വളമരം കരീം എന്ന് വിശദീകരിക്കേണ്ട ഒരു കാര്യവുമില്ല. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കോഴിക്കോട് മണ്ഡലം അദ്ദേഹത്തെ നെഞ്ചേറ്റി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചിഹ്നം അരിവാച്ചിട്ടിക നക്ഷത്രമാണ്. നിലപാടുകളിൽ നല്ല തെളിമയും ആശയ വ്യക്തതയും എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ കൂടപ്പുറപ്പായുണ്ട്.
ദേശീയ പ്രശ്നങ്ങളായാലും സംസ്ഥാനത്തെ ബാധിക്കുന്ന വിഷയങ്ങളായാലും ഈ മണ്ഡലത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളായാലും എല്ലാം കൃത്യമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് അത്തരം നിലപാടുകളുള്ള ഒരാളാണ് വേണ്ടത് എന്ന് ഇതിനകം തന്നെ മണ്ഡലത്തിന് പൊതുവായി അഭിപ്രായം വന്നിട്ടുണ്ട്. സഖാവ് വളമരം കരീമിനെ അരിവാച്ചിട്ടിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് വലിയ തോതിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ.